ഭാഗത്തേക്ക് തിരിഞ്ഞു കിടക്കുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞു കിടക്കുന്ന സമയത്ത് ഇങ്ങനെ നേരെ താഴെ വരുമ്പോൾ എന്ത് ചെയ്യരുത്, നേരെയാണെന്ന് എന്ത് ചെയ്യരുത്. കണ്ടില്ല വീലിരിക്കുന്നുണ്ടോ, ഇത് നേരെ താഴെ വന്നു. അങ്ങനെയൊന്നും നമുക്ക് പിന്നെ എന്ത് ചെയ്യത്തില്ല, നമുക്ക് പെട്ടെന്ന് കിട്ടത്തില്ല. നമുക്ക് സ്പേസ് കുറവാണെങ്കിലും ഈ ഒരു രീതിയിൽ തന്നെ ചെയ്താൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യാം, ഈ വാഹനത്തിനുള്ളിൽ നമ്മൾ ഡ്രൈവിംഗ് സീറ്റ് ഇരുന്നുകൊണ്ട് നമുക്ക് വീലിന്റെ പൊസിഷൻ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി. ഞാൻ ക്ലാസ്സുകൾ കൊടുത്തിട്ടുള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ട്, അവരോട് തന്നെ ചോദിച്ചാൽ അറിയാം. ഞാൻ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ പലരോടും ചോദിക്കാറുണ്ട് നിങ്ങളുടെ മിസ്റ്റേക്ക് എന്താണെന്ന്. അപ്പൊ പല മിസ്റ്റേക്കുകൾ എന്നോട് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ട്രിക്കുകളും ടിപ്സുകളും വീഡിയോയുടെ പറഞ്ഞാൽ നിങ്ങളുടെ മിസ്റ്റേക്കുകൾ മാറില്ല. അപ്പൊ ഞാൻ ആ ട്രിക്കുകൾ അഥവാ പറയുക, അപ്പൊ നിങ്ങൾ അത് പ്രകാരം ഒന്ന് ചെയ്തു നോക്കും. അപ്പൊ പിന്നെ നിങ്ങൾ എന്നെ ഇതാക്കും. ആ പുള്ളി പറഞ്ഞതുപോലെ ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് പറ്റുന്നില്ല. അപ്പൊ നിങ്ങളുടെ മിസ്റ്റേക്ക് അതല്ല, അതുകൊണ്ടാകാം. പലരും ഇപ്പോഴും വിളിച്ചു ചോദിക്കാറുണ്ട് എന്റെ ജില്ലയിൽ ഇന്നിടത്താണോ, കേരളത്തിലാണോ, കേരളത്തിന്റെ അങ്ങേയറ്റമായ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരളത്തിന്റെ ഇടയിലുള്ള ഈ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ്. അല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു കിടക്കുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞു കിടക്കുന്ന സമയത്ത് ഇങ്ങനെ നേരെ താഴെ വരുമ്പോൾ എന്ത് ചെയ്യരുത്, നേരെയാണെന്ന് എന്ത് ചെയ്യരുത്. കണ്ടില്ല വീലിരിക്കുന്നുണ്ടോ, ഇത് നേരെ താഴെ വന്നു. അങ്ങനെയൊന്നും നമുക്ക് പിന്നെ എന്ത് ചെയ്യത്തില്ല, നമുക്ക് പെട്ടെന്ന് കിട്ടത്തില്ല. നമുക്ക് സ്പേസ് കുറവാണെങ്കിലും ഈ ഒരു രീതിയിൽ തന്നെ ചെയ്താൽ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അതായത് വാഹനത്തിനുള്ളിൽ ഇരുന്നുകൊണ്ട് എങ്ങനെ ടയറിന്റെ പൊസിഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കാം എന്നതിനെ പറ്റി ഒരു യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. ഞാൻ ഇത് തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. അറിയാവുന്ന ആരും ഈ ഒരു വീഡിയോ കാണണമെന്നില്ല, കാരണം അറിയാവുന്നവർക്കൊക്കെ ഇതൊക്കെ വളരെ ഈസിയാണ്. അപ്പം അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ്. അപ്പൊ അറിയാത്തവർക്കാണെങ്കിൽ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകും. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത്, അത് യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മൾ പുതിയതായിട്ട് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തുടങ്ങുന്നുണ്ട്. ഈ മൂന്നും ജോ ഡ്രൈവിംഗ് എന്ന പേരിൽ തന്നെയാണ്. നിങ്ങൾ അതുവഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ടിഷ്ടപ്പെട്ട ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ മാത്രം മറ്റുള്ളവരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. കാരണം ഒരുപാട് പേര് നമുക്ക് അറിവിലുണ്ട്, ഒരുപാട് പേര് ലൈസൻസും കൊണ്ട് സ്വന്തം വണ്ടി വീട്ടിലുണ്ടായിട്ടും ഡ്രൈവിംഗ് സീറ്റിൽ പോലും കയറാതെ ഒരുപാട് പേര് ഇരിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരു തുടക്കക്കാരന് ഡ്രൈവിംഗ് സീറ്റ് ഇരുന്ന് എങ്ങനെയാണ് കൃത്യമായിട്ട് ടയറിന്റെ പൊസിഷൻ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പല വീഡിയോ ചെയ്ത് പല കമന്റുകൾ അതിനകത്ത് ഇടുന്നത് കണ്ടു. വാഹനം ഒന്ന് മുൻപോട്ട് എടുത്തു കഴിഞ്ഞാൽ ഉരുട്ടിയാൽ അറിയത്തില്ല വീല് നേരെയാണോ എന്ന്. ഒന്ന്. രണ്ട്, ചോദിച്ചത് ഇങ്ങനിട്ട് വണ്ടി തിരിക്കേണ്ടതുണ്ടോ, വണ്ടിയുടെ വീല് തേഞ്ഞു പോകില്ലേ. പിന്നെ 3, ഇത് തലയൊന്ന് വെളിയിലോട്ടിട്ട് നോക്കിയാൽ അറിയത്തില്ലേ വീല് നേരെയാണെന്നൊക്കെ. എന്റെ സഹോദരൻ, നിങ്ങൾ അറിയാവുന്നവർക്കൊക്കെ ഇത് എളുപ്പമാണ്. കാരണം എനിക്കും അതുപോലൊക്കെ എനിക്ക് തോന്നാം. ശരിയാണല്ലോ, ഈ പറഞ്ഞൊക്കെ കറക്റ്റ് ആണ്. വെളിയിലോട്ട് തല ഇട്ട് നോക്കിയാൽ കറക്റ്റ് അറിയാം. അതുപോലെ തന്നെ വണ്ടി ഒന്ന് ഉരുട്ടിയാൽ കറക്റ്റ് നേരെയാണെന്ന് അറിയാം. അതേപോലെ തന്നെ ടയർ തേഞ്ഞു പോകുന്നു അറിയാം. പക്ഷെ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഡ്രൈവിംഗ് സീറ്റ് ഇരുന്നിട്ട് എന്ത് ചെയ്യത്തില്ല, ഈ സീറ്റിൽ നിന്ന് ഇത് കണ്ടില്ലേ, അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് അനങ്ങുകയല്ല അവര്. ഇങ്ങനെ തല എന്ത് ചെയ്തില്ല, വെളിയിലേക്ക് വരത്തില്ല. കാരണം ഇവരെ ഈ സ്റ്റിയറിംഗ് ഒന്ന് കൈ വിട്ടുകൊണ്ട് എന്ത് ചെയ്തില്ല, ഇവര് വെളിയിലോട്ട് വരുന്നത്. ഈ സ്റ്റിയറിംഗ് പിടിച്ചോട്ടുന്ന കാലം ഇത്ര എന്ത് ചെയ്തില്ല, വരത്തില്ല. എന്നാൽ സമയത്ത് ഒരു എക്സ്പേർട്ടുള്ള ഒരാളാണെങ്കിൽ എന്ത് ചെയ്യാം, എത്രത്തോളം നമുക്ക് വേണമെന്നല്ല, നമുക്ക് വേണം ഇങ്ങനെ വേണമെങ്കിൽ ഓടിക്കാം. അതേസമയത്ത് ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ എന്ത് ചെയ്തില്ല, അവരുടെ തല വരത്തില്ല. അവർക്ക് പേടിയാണ്, വണ്ടി കയ്യിൽ നിന്ന് പോകുന്നുള്ള പേടിയാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അതുപോലെ തന്നെ പലരുടെ കമന്റ് കണ്ടു, ടയർ തേഞ്ഞു പോകില്ല എന്ന്. നമ്മളിപ്പോ ഒരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊന്ന് വാഹനം തിരിക്കണം, അല്ലെ നേരെയാക്കണം. ആ സമയത്തൊക്കെ നമ്മുടെ ടയറുകൾ എന്തായാലും ആ സമയത്ത് വായുവിലോട്ടാകുന്നില്ല, നിലത്തോടെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, തിരിയുന്നത്. അപ്പൊ പിന്നെ അതുപോലെ തന്നെ വാഹനം ഒന്ന് എടുത്തോണ്ട് എന്ത് ചെയ്തില്ല, ഒന്ന് നേരെയാക്കാൻ പറ്റില്ല എന്നൊക്കെ പലരും ചോദിച്ചു. ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചോളം ഈ എന്തായാലും നമ്മളൊരു വാഹനത്തിന്റെ വീൽ എപ്പോഴാ സ്ട്രൈറ്റ് ആണോ നോക്കുന്നത്. ഒരു ഭാഗത്ത് എവിടെയെങ്കിലും കൂടെ നിർത്തിയിട്ട് കഴിയുമ്പോഴാണ് നമുക്ക് സംശയം വീല് നേരെയാണോ അല്ലേ എന്നുള്ളത്. അപ്പൊ പിന്നെ നമുക്ക് ഫ്രണ്ടിൽ സ്പേസ് ഇല്ല. അപ്പൊ അത്ര ആ സ്പേസ് ഇല്ലാത്ത സ്ഥലത്ത് എന്ത് ചെയ്തില്ല, ഇവർക്ക് പേടിയാണ് അവിടെ തട്ടു എന്നുള്ളത്. നേരെ ആകുമ്പോ മുന്നോട്ട് പോകുന്ന സമയത്ത് നേരെ ആയില്ലെങ്കിൽ മേ ബി തട്ടില്ല എന്നുള്ള പേടിയാണ്. അപ്പൊ ഒരു വണ്ടി ഒരു ഓടിക്കുന്ന എക്സ്പേർട്ട് എന്ത് ചെയ്യാം, വണ്ടി ഒന്ന് അനക്കിയെടുത്ത് ചെറുതായിട്ടൊന്ന് ക്ലച്ച് അനക്കം പറയും, ഈ വണ്ടിയുടെ ഫ്രണ്ട് എങ്ങോട്ട് പോകുന്നറിയാം. അവരതിനനുസരിച്ച് എന്ത് ചെയ്യാം, നേരെയാക്കാം. കാരണം പലരും പല രീതിയിലാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം നേരെ സ്ട്രെയിറ്റ് താഴെ വരുമ്പോൾ നേരെയാണെന്നാണ് പലരും പഠിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഈ ഒരു സാധനം ഞാനിപ്പോ അത് ഉദാഹരണത്തിന് ഞാനത് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, നിങ്ങൾ ഒരു കാരണവശാലും ഈ ഒരു ഭാഗം നേരെ താഴെ വരുമ്പോൾ നേരെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആ വീലിലോട്ട് നോക്കി, ഇത് കണ്ടോ, ഇത് നേരെ താഴെയാണ്, പക്ഷെ വീല് എങ്ങോട്ടേലും വളഞ്ഞു കിടക്കുകയായിരിക്കും. ഇത് 3 പ്രാവശ്യം വരെ ഈ ഒരു ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് വരാം. ഞാനത് ഉദാഹരണത്തിന് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിപ്പം നേരെ ഇങ്ങനെ അറ്റത്തുനിന്ന് വണ്ടി നേരെ താഴെ വന്നു. 3 പ്രാവശ്യം വരും. ഇതിപ്പം നേരെ താഴെ വന്നു, പക്ഷെ വീല് നേരെയാണോന്നില്ല. അതുപോലെ തന്നെ വീണ്ടും താഴെ വന്നു, വീല് നേരെയാണോന്നില്ല. അതുപോലെ തന്നെ വീണ്ടും താഴെ വന്നു, വീല് നേരെയാണോന്നില്ല. അപ്പം ഏതേലും ഒരു പ്രാവശ്യം വരും.
അത് പക്ഷെ തുടക്കക്കാരനെ സംബന്ധിച്ചുള്ള ഇത് നേരെ താഴെ വരുമ്പോഴാണ് നേരെ ആണെന്നാണ് അത് ഇരിക്കുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ് കൃത്യമായിട്ട് നേരെയാണോ എന്ന് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതേലും ഒരു ഭാഗത്തേക്ക് പെട്ടെന്ന് എന്ത് ചെയ്യുക, നിങ്ങളെ ഫുള്ളായിട്ട് അങ്ങ് ലോക്ക് ചെയ്ത് വെക്കുക. കാരണം ഒരു സ്റ്റിയറിംഗ് നമുക്ക് ഇത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നിർത്തിയിട്ട് ഒരു വണ്ടിയെ വീല് നേരെ ആക്കുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും ഒരു സംശയം. അപ്പൊ അങ്ങനെ ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു ഭാഗത്തേക്ക് നമുക്ക് റിവേഴ്സ് എടുത്തു, കൃത്യമായിട്ട് ഒരു പോയിന്റ് വന്നു, ഇനി വണ്ടി നേരെ പോയാൽ മതി. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നിൽക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റിയറിംഗ് കിടക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അവിടെ നിങ്ങൾ താഴോട്ട് നോക്കാതെ സ്ട്രെയിറ്റ് ആക്കാതെ ഏതേലും ഒരു ഭാഗത്തേക്ക് അത് ലോക്ക് ചെയ്യുക. ഏതേലും ഒരു ഭാഗത്തേക്ക് ലോക്ക് ചെയ്തതിന് ശേഷം ഇത് രണ്ടാമത്തെ പ്രാവശ്യം താഴെ വന്നാൽ നേരെയായിരിക്കും. ഇപ്പൊ ഒന്ന് വന്നു, വീണ്ടും ഒന്നുകൂടെ കണ്ടില്ലേ, വീല് നേരെയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കാം. അല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങൾ ഏതേലും ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു കിടക്കുമ്പോൾ, ഇങ്ങനെ തിരിഞ്ഞു കിടക്കുന്ന സമയത്ത് ഇങ്ങനെ നേരെ താഴെ വരുമ്പോൾ എന്ത് ചെയ്യരുത്, നേരെയാണെന്ന് എന്ത് ചെയ്യരുത്. കണ്ടില്ല, വീലിരിക്കുന്നുണ്ടോ, ഇത് നേരെ താഴെ വന്നു. അങ്ങനെയൊന്നും നമുക്ക് പിന്നെ എന്ത് ചെയ്യത്തില്ല, നമുക്ക് പെട്ടെന്ന് കിട്ടത്തില്ല. നമുക്ക് സ്പേസ് കുറവാണെങ്കിലും ഈ ഒരു രീതിയിൽ തന്നെ ചെയ്താൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യാം, ഈ വാഹനത്തിനുള്ളിൽ നമ്മൾ ഡ്രൈവിംഗ് സീറ്റ് ഇരുന്നു കൊണ്ട് നമുക്ക് വീലിന്റെ പൊസിഷൻ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയുന്നതാണ്. ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കുവാൻ പേടി അതിയായ ആഗ്രഹമാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നെ വീഡിയോയുടെ അങ്ങ് പറഞ്ഞാൽ പോരെന്ന് വെച്ചാൽ പലർക്കും പല പല മിസ്റ്റേക്കാണ്. കാരണം നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ല വേറൊരാൾക്ക്. അതുകൊണ്ടായിരിക്കാം ഇപ്പൊ ഈ വീഡിയോ കാണുന്നതിന് തന്നെ ഒരു 2-3 പേരുടെ പ്രാക്ടീസിന് പോയിട്ട് നിങ്ങൾക്ക് ഒരു വാഹനത്തിൽ സ്വന്തം വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റ് കയറി ഒന്ന് വീട്ടിൽ നിന്ന് എടുക്കാൻ പോലും കഴിയാതെ വരുന്നത്. അപ്പൊ നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ല, അതുകൊണ്ടാണ്. അപ്പം ഓരോരുത്തർക്കും ഓരോരോ മിസ്റ്റേക്കുകളാണ്. ആ മിസ്റ്റേക്ക് മനസ്സിലാക്കി നമ്മൾ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമ്മളെ പേടികൾ മാറി വണ്ടി ഓടിക്കാൻ കഴിയത്തുള്ളൂ. ഞാൻ ക്ലാസ്സുകൾ കൊടുത്തിട്ടുള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ട്. അവരോട് തന്നെ ചോദിച്ചാൽ അറിയാം. ഞാൻ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ പലരോടും ചോദിക്കാറുണ്ട് നിങ്ങളുടെ മിസ്റ്റേക്ക് എന്താണെന്ന്. അപ്പൊ പല പല മിസ്റ്റേക്കുകൾ എന്നോട് പറയുന്നത്. എന്നിട്ട് ഞാൻ ആ വാഹനത്തിലേക്ക് കയറ്റിയിരുത്തി ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ പറഞ്ഞ മിസ്റ്റേക്ക് വല്ലതാണോ, ഞാനത് തെളിയിക്കും, ഇന്ന മിസ്റ്റേക്കാണ് നിങ്ങളുടെ എന്ന് പറഞ്ഞ് തെളിയിപ്പിച്ച് ഞാൻ അതിന് പ്രകാരമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ക്ലാസ് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ട്രിക്കുകളും ടിപ്സുകളും വീഡിയോയുടെ പറഞ്ഞാൽ നിങ്ങളുടെ മിസ്റ്റേക്കുകൾ മാറില്ല. അപ്പൊ ഞാൻ ആ ട്രിക്കുകൾ അഥവാ പറയുവാ, അപ്പൊ നിങ്ങൾ അത് പ്രകാരം ഒന്ന് ചെയ്തു നോക്കും. അപ്പൊ പിന്നെ നിങ്ങൾ എന്നെ ഇതാക്കും, ആ പുള്ളി പറഞ്ഞതുപോലെ ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് പറ്റുന്നില്ല. അപ്പൊ നിങ്ങളുടെ മിസ്റ്റേക്ക് അതല്ല, അതുകൊണ്ടാകാം. അപ്പൊ അതുകൊണ്ട് ആ ട്രിക്കുകളോ ടിപ്സുകളോ വീഡിയോയിൽ പറഞ്ഞാൽ നിങ്ങളുടെ മിസ്റ്റേക്കുകൾ മാറില്ല. അപ്പം നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, എന്റെ ജില്ല ഏതാണ് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് ഉണ്ട്. പലരും ഇപ്പോഴും വിളിച്ചു ചോദിക്കാറുണ്ട്, എന്റെ ജില്ലയിൽ വരും, എന്റെ ജില്ലയിൽ ഇന്നിടത്താണോ എന്ന്. നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾ കേരളത്തിലാണോ, കേരളത്തിന്റെ അങ്ങേയറ്റമായ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരളത്തിന്റെ ഇടയിലുള്ള ഏതായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഈ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് എത്ര യൂസ്ഫുൾ ആയി എന്നുള്ളത് കമന്റായിട്ട് തന്നെ ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. എന്തൊരു സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് കമന്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്റെ ചാനലിൽ വന്നിട്ട് ഡ്രൈവിംഗ് സംബന്ധമായിട്ട് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങളെ ആരും കളിയാക്കില്ല. നിങ്ങൾക്ക് എന്റെ ചാനലിൽ വന്ന് ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്തോരം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്നുള്ളതും അത് കമന്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.